ഗൈസ്, കുറെ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത്. 7 മാസത്തിന് ശേഷം. ഇതാണ് നമ്മുടെ ഷോപ്പ്, രേഷ്മ സൂപ്പർ മാർക്കറ്റ്. ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഉൾഭാഗം. ഇത് നമ്മുടെ ഒരു സ്റ്റാഫാണ്, വഹാബുദ്ദീൻ, ബംഗ്ലാദേശ് ദേശി. ഇത് മറ്റൊരു സ്റ്റാഫാണ്, വണ്ടി നോക്കാൻ വേണ്ടി ഓടിയത്. മിനിമം വണ്ടി കച്ചവടം ഭയങ്കര, വണ്ടി കച്ചവടവും ഡെലിവറിയും. ഇപ്പം സമയം രാത്രി 2 മണി നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്തു. ചില സമയം നമുക്ക് ഡെലിവറി വണ്ടി നോക്കലായിരുന്നു. ഇപ്പോൾ നമ്മുടെ പണി ഇതാ ഈ മുതൽ ഫില്ലാക്കൽ. ഇത് മൊത്തം ഫുള്ളാക്കണം. കിണക്കടയെ കാലിയുണ്ട്, അത് മൊത്തം ഫില്ലാക്കണം. തടിയിലുള്ള വെള്ളം വെക്കണം. കൊക്കക്കോള ഫ്രിഡ്ജ് മൊത്തം ഫില്ലാക്കണം. ഫുള്ള് കാലിയാണ്, മൊത്തം ഫില്ലാക്കണം. ഇത് നമ്മുടെ ഫസ്റ്റ് പണി. ഓരോരാൾക്ക് ഓരോ പണിയാണ്. നമ്മൾ സെജീർക്ക് ഇതാ മസാല എടുത്ത് വെക്കുന്നു. അസീസ്കന്ന് നമ്മൾ വേറെ അസീസ്ക കോഴിക്കോടുള്ള ചിപ്സ് എടുത്ത് വെക്കുന്നു. ഇതാ നമ്മൾ ബംഗാളി ഇതാ പണി കഴിഞ്ഞിട്ട് ഇതാ സമ്മൂൺ എടുത്ത് വെക്കുന്നു. ഓരോരാൾക്ക് ഓരോ പണിയുണ്ട് ഇടാം. നമ്മൾ രാത്രി ഇപ്പം 4 ആൾക്കാരെ പണിക്ക്. ഇപ്പം ഞാനിത് 4 മണിക്ക് പോകും എൻ്റെ പണിയും തീർത്തിട്ട്. ഞങ്ങൾ പെപ്സി സല്ലാജ് ഫുള്ളാക്കി. 1 ലിറ്ററിൻ്റെ വെള്ളവും ഫുള്ളാക്കി. അടുത്ത നമ്മുടെ പണി കൊക്കക്കോള ഫില്ലാക്കാൻ. അങ്ങനെ നമ്മുടെ കൊക്കക്കോള ഫില്ലായി. അടുത്ത പണിയുണ്ട്, പണിയില്ല. അടുത്ത പണി ഇതാ ഈ പാലിൻ്റെ ഡേറ്റ് വെക്കല്, പാല് ലെവലാക്കി വെക്കല്. പിന്നെ ഇതാ ജ്യൂസിൻ്റെ ഡേറ്റ് വെക്കില്ല. ജ്യൂസിൻ്റെ ഡേറ്റ് 3 ദിവസം കഴിഞ്ഞാൽ നോക്കല്, ലെവലാക്കി വെക്കണം. ഈ കാണുന്ന ജ്യൂസിൽ ലെവലാക്കി വെക്കണം. അങ്ങനെ പാലിൻ്റെ ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ പാല് ലെവലാക്കി. ഇങ്ങനെ ജ്യൂസ് ലെവലാക്കി കഴിഞ്ഞപ്പോൾ അതാ അല്ലേനെ കമ്പനിക്കാരൻ വന്നിട്ട് പാല് വെച്ചു. നമ്മൾ ആ പാലും കൂടി വെക്കാം. നമ്മുടെ സമയമായി 4 മണിയായി. നമുക്ക് 4 മണിക്ക് ശേഷം 4 മണിക്ക് നമ്മൾ പണി കഴിഞ്ഞു. പാലും കൂടി വെച്ചിട്ട് നേരെ റൂമിലേക്ക് ഇട്ടറിയാം. അങ്ങനെ അല്ലേൻ്റെ സാധനം മൊത്തമായിട്ട് വെച്ച് മൊത്തം ഫ്രിഡ്ജിലെ ജ്യൂസ് അത് കാര്യങ്ങൾ മൊത്തം കാലിയായി. ഫൈൻ. നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് 4 മണി കഴിഞ്ഞ് 4:05 4:10. പിന്നെ അങ്ങനെ ഇന്നത്തെ ശമ്പളം വാങ്ങിയിട്ട് ഞാൻ റൂമിലേക്ക് വിടാം. അങ്ങനെ ഇന്നത്തെ ശമ്പളം കിട്ടി നമ്മളിതാ റൂമിലേക്ക് വെക്കുക. അപ്പോൾ അത് അടുത്ത വണ്ടി വന്ന് പാലിൻ്റെ വണ്ടി റവാബിൻ്റെ. അങ്ങനെ അവിടെ സ്കൂട്ടായി റൂമിലേക്കുള്ള നടത്താം. അങ്ങനെ റൂമിലെത്തി. അങ്ങനെ നമ്മൾ കിച്ചണിലെത്തി. പക്ഷെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതാ ഒരു സ്പ്രൈറ്റ്, ഒരു തൈര്, ഒരു ചോറും കറിയാണ്. ഇത് സ്പ്രൈറ്റ് നമുക്ക് ഇത് 4 റുപ്യേൻ്റെ സാധനം നമുക്ക് കടയിൽ നിന്ന് എടുക്കാം. അങ്ങനെ ഞാനൊരു സ്പ്രൈറ്റ് കൊടുത്ത് 1 മിനിറ്റ് തൈര് കൊടുത്ത്. ചോറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മാമുണ്ട്, നമ്മൾ കാനാ മാമ എന്നാണ് വിളിക്കല്. നമുക്ക് എല്ലാ ദിവസവും ഫുഡ് തരും, ഉബൂസ് തരും, ചോറും തരും. ഞാൻ ചോറാണ് എടുക്കൽ ഈ ടൈമിൽ തിന്നാൻ വേണ്ടിയിട്ട്. അൽഹംദുലില്ലാ മാമ ഇങ്ങനെ തരുന്നതുകൊണ്ട് നമുക്ക് ഫുഡുണ്ട്. ഫുഡുണ്ടെന്ന് ഉദ്ദേശിച്ചത് നമുക്ക് ഈ സമയത്ത് തിന്ന ഫുഡുണ്ടെന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ഫുഡിന് യാതൊരു കുറവുമില്ല. അത്രക്കും നല്ല സെറ്റപ്പ് തന്നെ നമ്മുടെ ഫുഡ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ മുതലാളി പറയുന്നത്, നാട്ടിൽ നിന്ന് മുതലാളി പാപ്പറ വന്നിട്ട്
കുറച്ച് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, അത് എടുത്തോന്ന് പറഞ്ഞു. തുറന്ന് നോക്കുമ്പോൾ അതാ ബീഫ്. ബീഫ് എന്താ പത്തല് എല്ലാം തന്നെ, ബീഫ്, ചിക്കൻ, പത്തല്. അപ്പം നമുക്കത് ഒന്ന് ചൂടാക്കിയിട്ട് തിന്നാം. അങ്ങനെ നമ്മൾ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്, അത് ഇനി ഓവനിൽ വെക്കാം ചൂടാക്കാൻ. ഒരു 2 മിനിറ്റ് ചൂടാക്കാൻ വെക്കാം. അങ്ങനെ അടക്കടന്ന് ചൂടാകട്ടെ. അങ്ങനെ നമ്മുടെ ബീഫ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അറിയിച്ചിട്ടുണ്ട്. തീർച്ചയാണ്ട അങ്ങനെ ഓവനെല്ലാം ഇളക്കാക്കി ഫുഡ് കഴിച്ച് വേണം ഓവണ് വൃത്തിയാക്കി. അപ്പോൾ ഓക്കെ, ഫുഡ് കഴിച്ച് കാണാം. അങ്ങനെ ഓവനും തുടച്ച് എന്നാ പിന്നെന്ത്, അങ്ങനെ ഓവനങ്ങനെ തുടച്ച് അതന്നെ. ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോസ്. ഇനി ഉറങ്ങണം, സമയമായി ഉറങ്ങണം. ഒന്ന് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമിലും നോക്കിയിട്ടേ കിടക്കണം. ഇനി ഡ്യൂട്ടി നാളെ ഉച്ചക്ക് 2 മണിക്കാണ്. എന്നൊക്കെ ശരി, ബൈ ബൈ. ഭക്ഷണം കഴിച്ച് ഇനി ഈ ഓവൻ തുടക്കണം ഒന്ന്. ആ നേരത്തെ ചൂടാക്കി വരുന്ന തീർച്ചയായിട്ടും ഒന്ന് തുടച്ച് വെക്കണം.